യെസ്, അവന്റെ ശബ്ദത്തിന്റെ പിമ്പിൽ മഹിമയുണ്ട്. There is glory behind the sound of God. ദൈവ ശബ്ദത്തിന്റെ പിമ്പിൽ മഹിമയുണ്ട്. ദൈവ ശബ്ദത്തിന്റെ പിമ്പിൽ ശക്തി മാത്രമല്ല, അതിന്റെ പിമ്പിൽ മഹിമയുണ്ട്. കാരണം പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ കേട്ട ശബ്ദം അത് ശക്തിയുള്ളതായിരുന്നു, അത് കാഹളത്തിനൊത്തതായിരുന്നു. എന്നാൽ കാഹളത്തിനൊത്ത ശബ്ദം കേട്ട യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ഒരു ദർശനം കണ്ടു. അവൻ തലയും താടിയും ഹിമം പോലെ വെളുത്ത പഞ്ഞിയുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലയങ്കി ധരിച്ചവൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ, 7 നക്ഷത്രം വലം കയ്യിൽ പിടിക്കുന്നവൻ, വെള്ളോട്ടിന് സദൃശമായി ഉലയിൽ ചൂട്ടുപഴിപ്പിച്ച കാലുകളോടുകൂടെ എഴുന്നള്ളി വരുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവന്റെ, അഗ്നിജ്വാല പോലെയുള്ള പിളർന്നിരിക്കുന്ന വായുകളുള്ളവന്റെ, അധരങ്ങളെ തുറന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നവന്റെ മഹത്വത്തിന്റെ രൂപത്തെ അവൻ കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പിമ്പിൽ ശക്തിയല്ല, അതിലുപരിയായി ഒരു മഹത്വമുണ്ട്. അതൊരു തേജസ്സാണ്, അതൊരു ശക്തിയാണ്. ഇന്ന് പകൽക്കാലം അത് അനുഭവിക്കുന്നവർ എന്റെ യേശുവിന്റെ ശക്തി, എന്റെ യേശുവിന്റെ മഹത്വം ഞാൻ വിശ്വസിക്കുന്നു. അത് എന്റെ യേശുവിന്റെ ശബ്ദത്തിൽ ഉണ്ട്. ഉറപ്പുള്ളവർ സ്തുതി ഉയർത്തട്ടെ. യെസ്, ഹല്ലേലൂയ. യെസ്, ആമേൻ. ഇല്ല, ശബ്ദമുണ്ട്. നിന്റെ ഉള്ളത്തിൽ ഇനിയും ശബ്ദമുണ്ട്. നിന്റെ ആദരം തുറന്നാൽ ഇനിയും ശബ്ദം വരാം. ഇനിയും നിനക്ക് അധികമായി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാം. ഇതിലും ഉച്ചത്തിൽ നിനക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാം. ഇതിലും ബലത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതി ഉയരട്ടെ. മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്തുതി ഉയരട്ടെ. സ്വർഗീയ അന്തരീക്ഷം ഇറങ്ങട്ടെ. യെസ്, ഹലബാലബഖഡബാനിയ ദൂരിബാഗാര സന്ദരബഹായിദബസബബബ ലഖറ മഹദുരി സന്തലെ ഗൗഡാര ഹദുരിസ് ബക്കലിയ റിബഹര ബൗധര സന്തരബാനി. യെസ്, യെസ്, യെസ്. ആമേൻ, ആമേൻ. യേശു തന്റെ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. യേശു തന്റെ വാക്കുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി. ആമേൻ. യേശു തന്റെ വാക്കുകൊണ്ട് മരിച്ചവനെ ഉയർപ്പിച്ചു. വിശ്വാസത്തിന് ഏറ്റവണ്ണവും വിശ്വാസത്തിനപ്പുറവുമായ അളവിൽ ദൈവം പ്രവർത്തിച്ചു. യെസ്. എന്നാൽ യേശു സ്വർഗാരോഹണം ചെയ്യും മുൻപേ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു. ആകയാൽ യേശു തൻ്റെ വാക്കുകൊണ്ട് ചെയ്ത അതേ പ്രവർത്തികൾ പിൽക്കാലത്ത് അപ്പോസ്തലന്മാർ ചെയ്തു. യേശു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ചെന്ന് മരിച്ചു കിടന്ന ഒരു പെൺകുട്ടിയെ നോക്കി തബീഥ എന്നവളെ വിളിച്ചു. അവൾ എഴുന്നേറ്റ് വന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവ ശുശ്രൂഷകർ നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ ദൈവം ശക്തിയെ പകരണം. ആത്മാർത്ഥതയുള്ളവരെല്ലാവരും ഒരു ചില സമയം കണ്ണുകളെ അടച്ചാട്ട്. യേശു വായ് തുറന്നപ്പോൾ അത്ഭുതം നടന്നു. അപ്പോസ്തലന്മാർ വായ് തുറന്നപ്പോഴും അത്ഭുതം നടന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തി ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന തൻ്റെ ഭൃത്യന്മാർക്ക്, തൻ്റെ വൃദ്ധന്മാർക്ക് ദൈവം നൽകണം. വലിയ അഭിഷേകത്തിൻ്റെ നിറവ് അവരുടെ ശബ്ദത്തിന് നൽകണം. വലിയ അധികാരം അവരുടെ വാക്കുകളിൽ നൽകണം. അവരുടെ അന്യഭാഷകളുടെ മുൻപാകെ, അവരുടെ അധര ചലനത്തിൻ്റെ മുൻപാകെ, അവരുടെ നാവിൻ്റെ സ്പന്ദനത്തിന് മുൻപാകെ പിശാചുക്കൾ കീഴടങ്ങണം. രോഗങ്ങൾ സുഖമാകണം. ഇന്ന് പകൽക്കാല യേശുവിൻ്റെ നാമ തൻ്റെ വൃദ്ധന്മാരുടെ അധരങ്ങളിൽ കൂടെ മഹത്വപ്പെടുകയോ വലിയ പ്രവർത്തികൾ ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതിനായി ചേർന്ന് ഒരു നിമിഷം എല്ലാവരും, ആത്മാർത്ഥതയുള്ളവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം വായി തുറന്ന് പ്രാർത്ഥിക്കുവേ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവേ. യെസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പാ. അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇന്ന്
പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അധികാരവും ശക്തിയും നിന്റെ വൃദ്ധന്മാരുടെ ശബ്ദത്തിൽ അത് നൽകണമേ. നിന്റെ ശുശ്രൂഷകർ വായി തുറക്കുമ്പോൾ നിന്റെ ശുശ്രൂഷകരുടെ അന്യഭാഷകളിൽ, നിന്റെ ശുശ്രൂഷകരുടെ അധരങ്ങളിൽ, നിന്റെ അപ്പോസ്തലന്മാരുടെ വായ്കളിൽ ദൈവത്തിന്റെ അധികാരത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിന്റെ വൃദ്ധന്മാരോട് കൂടെ ഇരിക്കുന്ന ദൈവം, അവിടുത്തെ ഭൃത്യന്മാരോട് കൂടെ ഇരിക്കുന്ന ദൈവം, അതിശയകരമായി ഇന്ന് പകൽക്കാലം നിന്റെ വൃദ്ധന്മാരോടുകൂടെ ഇരുന്ന് ശുശ്രൂഷകൾക്കുള്ള അധികാരത്തെ നൽകേണ്ടതിനായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവകൃപയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നപ്പാ. Have mercy upon us, Lord. കരുണ തോന്നണം, കരുണ തോന്നണം, കരുണ തോന്നണം, കരുണ തോന്നണം, കരുണ തോന്നണമേ. അരബലകതുരമാനിയ ശന്തലബനായിടാ ബാബാ ബാബാ റിഗന സന്ദരഗനായിടാ ബകതുരിയാ ബാരാതുരിയാ ബകതുരിയാ ബകതുരിയാ. Hallelujah. Rabahati adara sandara dhura. Ribaida gadiga sandharam dhuraniya sandhara. Yes, the heria karabauda bashbaniya. ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അധരങ്ങളിലെ അധികാരം, ദൈവ ശബ്ദത്തിന്റെ അധികാരം തന്റെ ശുശ്രൂഷകരിലും ദൈവം വെളിപ്പെടുത്തേണ്ടതിനായി ആമേൻ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. Yes, hallelujah. 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 Amen. നാം ഒരു കോടതിയിൽ പോയാൽ, ഒരു കേസ് വാദിക്കുവാൻ പോയാൽ നമുക്ക് ഒരു വക്കീൽ കാണും. ഒരു വക്കീലില്ലാതെ നമുക്ക് കോടതിയിൽ പോകാൻ കഴിയുകയില്ല. ആ വക്കീൽ നമ്മുടെ വാദഗതികളെ ഒക്കെ പറയും. എന്നാൽ യഥാർത്ഥ അവസ്ഥ ചോദിക്കുമ്പോൾ പ്രതിയോ വാദിയോ കോടതിയിൽ ഹാജരാകണം. ജഡ്ജി അവരുടെ അടുക്കൽ നേരിട്ട് ചോദിക്കും. അവർ വായി തുറന്ന് അവരുടെ അവസ്ഥകൾ ഏറ്റുപറയണം. വക്കീൽ പറയുന്ന വിഷയം ബലപ്പെടണമെങ്കിൽ പ്രതിയോ വാദിയോ നേരിട്ട് കോടതിയിൽ ഹാജരാകണം. ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ എല്ലാ രോഗങ്ങളും നോക്കി, സ്കാനിങ്ങിന് ഒരിടത്ത് വിട്ടു, എക്സ്റേ എടുത്തു, എല്ലാം കഴിഞ്ഞു. ഇതിനൊക്കെ പലരും സഹായിക്കും. സ്കാൻ ചെയ്യാൻ, രോഗം കണ്ടുപിടിക്കാൻ ചിലർ സഹായിക്കും. ഡോക്ടറെ റൂം കാണിച്ചു തരും ചിലർ. ഇങ്ങനെയൊക്കെ എല്ലാവരും സഹായിക്കും. ഇതിനൊക്കെ കാശ് കൊടുത്താൽ മതി, എല്ലാവരും ചെയ്തു തരും. രോഗം കണ്ടുപിടിക്കണമെങ്കിൽ കാശ് കൊടുത്താൽ അവർ അതിൻ്റെ ടെസ്റ്റ് നടത്തി തരും. ഏത് രോഗത്തിന് കാശ് കൊടുത്താൽ ടെസ്റ്റ് നടത്തി തരും. പക്ഷെ ഒരു രോഗത്തിനും കാശ് കൊടുത്താൽ സുഖം കിട്ടത്തില്ല, മരുന്ന് കഴിച്ചാലേ സുഖം കിട്ടത്തുള്ളൂ. ഈ മരുന്ന് കഴിക്കാൻ ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ട് കൊടുത്തിട്ട് ലാബുകാരൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് സുഖം വരത്തില്ല. നമുക്ക് രോഗമെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നം മാറുവാൻ ഡോക്ടർ മരുന്ന് കഴിച്ചാൽ പോരാ, ലാബുകാരൻ മരുന്ന് കഴിച്ചാൽ പോരാ, നീ മരുന്ന് കഴിക്കണം. നിന്റെ പ്രശ്നത്തിന് വിടുതൽ വേണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ പോരാ, നീ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, നയമാൻ കടന്നു വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. വെളിയിലോട്ടിറങ്ങി വന്ന് പോ പിശാചി എന്ന് പറഞ്ഞ് എല്ലാം പോകണം. ഒരു ദിവസം കൊണ്ട് വലിയൊരു മാറ്റം, രൂപാന്തരം. അവന് മുങ്ങുവാനോ കുളിക്കുവാനോ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, അവനവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ജയമുണ്ട്. അവനവന് വേണ്ടി കരഞ്ഞാൽ ജയമുണ്ട്. അവനവന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ജയമുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്ക് ഒരനുഗ്രഹം, എനിക്കൊരു വിടുതൽ, എനിക്കൊരു സൗഖ്യം വേണമെന്ന് നീ പറയുന്നുവെങ്കിൽ നിന്റെ വായി സ്തുതിക്കണം, നിന്റെ അധരങ്ങൾ അത് ഉയർത്തണം. ഇന്ന് പകൽക്കാലം അത് അങ്ങനെയെങ്കിൽ, അത് എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിന് സ്തോത്രം ചെയ്യുമെന്ന് തീരുമാനമുള്ളവർ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശക്തിയോടെ we praise you, Lord. Stotram. Hallelujah.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഏത് വിധമായ പ്രശ്നങ്ങളോടെ, ഏതൊക്കെ ഭാരങ്ങളോടെ, ഏത് നിലവാരത്തിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കട്ടെ, ഇന്ന് പകൽക്കാലം ആ വിഷയങ്ങൾക്കൊക്കെയും ദൈവം ഒരു പ്രവൃത്തിയും വിടുതലും തരേണ്ടതിനായി എല്ലാവരും ചേർന്ന് ചില സമയം പ്രാർത്ഥിക്കാം. യെസ്. ഓ ഹല്ലേലൂയ. യേശുവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പാ, ഞങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും അവിടുന്ന് പരിഹാരകനായ ദൈവമല്ലയോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ച് കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനത്തിന്റെ വിഷയങ്ങൾ ഏതുമായിരുന്നാലും, അത് ശാരീരികമാകട്ടെ, രോഗങ്ങളാകട്ടെ, അത് ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന മാരകമായ രോഗങ്ങളാകട്ടെ, വിട്ടുമാറാത്ത രോഗശക്തികളാകട്ടെ, നാൾക്ക് നാൾ ശരീരം ബലഹീനപ്പെട്ടു പോകുന്ന അവസ്ഥകളാകട്ടെ, ഇല്ല മാനസികമായ പോരാട്ടങ്ങളാകട്ടെ, ഏകാഗ്രതയില്ലാത്ത വിഷയങ്ങളാകട്ടെ, ജീവിതത്തിൽ ആരംഭിക്കുന്ന വിഷയങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ കഴിയാത്ത വിഷയങ്ങളാകട്ടെ, സ്വസ്ഥത നഷ്ടപ്പെടുന്ന വിഷയങ്ങളാകട്ടെ, സമാധാനമില്ലാത്ത അവസ്ഥകളാകട്ടെ, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നന്നായി ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയോ ഏതുമായിക്കൊള്ളട്ടെ, മാനസിക മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം എന്റെ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തോട് പോരടിക്കുന്ന ദുർബലങ്ങളാകട്ടെ, ആത്മീകമായി വളരുവാൻ കഴിയാതെ, ആത്മീക പൂർണ്ണത പ്രാപിപ്പാൻ കഴിയാതെ, വിട്ടുമാറാത്ത പാപ സ്വഭാവങ്ങളാൽ, ഉപേക്ഷിച്ച് കളയുവാൻ കഴിയാത്ത ദുശീലങ്ങളാൽ ഇന്ന് വ്യാകുലതയോടെ കടന്നു വന്നിട്ടുള്ള നിന്റെ ജനത്തെ അവിടുന്ന് പാപങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, പാപത്തിന്റെ ശക്തികളെ ശാസിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം അവിടുന്ന് അത് ചെയ്തു തരുവാൻ ശക്തനായ ദൈവമായിരിക്കാലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ രോഗമോ, കുടുംബാംഗങ്ങളിൽ തന്റെ ജീവിത പങ്കാളികളുടെ ദുർസ്വഭാവമോ, തങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വ്യാകുലതയോടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ. ഏത് നിലവാരത്തിൽ കടന്നു വന്നിരിക്കുന്നവരായിരുന്നാലും ദൈവം അത് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പരാധീനതകളാകട്ടെ, കടഭാരങ്ങളാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, പൂർത്തീകരിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളാകട്ടെ, നഷ്ടങ്ങളിൽ അവസാനിച്ച വിഷയങ്ങളാകട്ടെ, ഏത് വിഷയമായിരുന്നാലും ഇന്ന് പകൽക്കാലം എന്റെ ദൈവം അത് മാറ്റിക്കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന നാഥ. പൈശാചിക പോരാട്ടങ്ങളെ ദൈവം ഇന്ന് ശാസിക്കണമേ. നീ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവ, നീ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവ, ഇന്ന് പകൽക്കാല സാത്താന്റെ ആയുധ പുരകൾക്ക് തീപിടിക്കട്ടെ. ദുഷ്ടന്റെ ആയുധങ്ങൾ ഒടിച്ച് വളച്ച് ദൈവം അതിനെ ഇല്ലായ്മ ചെയ്യണമേ. അവന്റെ പരിച ഉടയ്ക്കണമേ. അവന്റെ വാളിന്റെ വായ്ത്തലെ ഉടച്ചു കളയണമേ. അവന്റെ കുന്തങ്ങളെ ഒടിച്ചു കളയണമേ. അവന്റെ രഥചക്രങ്ങളെ ഫറവോന്റെ രഥചക്രം പോലെ ചെളിയിൽ ആഴ്ത്തി കളയണമേ. യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന റമാനിയ ശാന്തര Rubalia Kadabanaida Balshibiria Ribaida Balakaturiana Sandarania Ribadagadia Dera Sandarania Eswe Hiramania ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങൾ ഏതായിരുന്നാലും ദൈവം അതിന് ഒരത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. യെസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിന്റെ പ്രാരംഭ വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവാലയത്തിൽ നിന്നൊരു നദി ഒഴുകുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അത് 1000 മുഴങ്ങൾ ചെല്ലും തോറും നരിയാണി, മുട്ട്, അര, കഴുത്ത് ഇങ്ങനെ അതിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അത് അഭിഷേകത്തിൻ്റെ നിറവിനെ കാണിക്കുകയാണ്. എന്നാൽ ചില വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ
അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ നദി ഒരു രോഗശാന്തിയുടെ നദി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെഹെസ്കേൽ 47:9 ഒന്ന് വായിക്കാമോ? അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 47:9. മതി, മൈക്കിൽ കൂടെ ഒന്ന് തമിഴിലായിരുന്നാലും വായിച്ചു. 47:9 യെഹെസ്കേൽ. சம்பவிப்பது என்னவென்றால், இந்த நதி போகும் இடமெங்கும் சஞ்சரித்து ஜீவ பிராணி யாவும் பிழைக்கும். இந்த தண்ணீர் எங்கே മതി. ജീവനുള്ളതിനെ ഒക്കെയും സുഖപ്പെടുത്തുന്ന ഒരു നദിയാകുന്നു ഇത്. ചെല്ലുന്നിടത്തൊക്കെയും ഇത് സുഖത്തെ നൽകും, ജീവിപ്പിക്കുമാറാകും. പക്ഷേ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആദ്യം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ഈ നദി ചെല്ലുന്നിടത്ത് എല്ലാം സുഖമാകും, എല്ലാം സൗഖ്യമാകും, എല്ലാം വിടുതലാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? ஆனாலும் அதனுடைய உள்ளையானையின் பள்ளத்தாக்கு அதனுடைய மாடுகளும் ஆரோக்கியமாகாமல் உப்பாகவே விடப்பட்டு. എന്നാൽ അടുത്ത 2 സ്ഥലങ്ങളെ പറഞ്ഞിട്ട് പറയണ എന്നാലും 2 സ്ഥലങ്ങളെ പറഞ്ഞിട്ട് പറയുന്ന അത് ഗുണമാകാതെ, സുഖം വരാതെ. എല്ലായിടവും സുഖം വരുത്തും, എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കും, എല്ലാ വിഷയങ്ങൾക്കും വിടുതലെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ 11-ാം വാക്യത്തിൽ 2 വാക്യം കഴിഞ്ഞിട്ട് അടുത്ത് പറയണ എന്നാലും സുഖം വരത്തില്ല. എന്താണ് കാരണം? എന്നാലും സുഖം വരത്തില്ല എന്ന് 2 സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു. അത് ചേറ്റുകണ്ടങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നു. ചേറ്റുകണ്ടങ്ങൾ അതൊരു മനുഷ്യന്റെ ശുദ്ധീകരിക്കപ്പെടാത്ത സ്വഭാവങ്ങളെ, അവന്റെ പഴയ പാപങ്ങളെ കാണുന്നു. അടുത്തതായി ഉഴുതുമറിക്കാത്ത കുഴിനിലങ്ങൾ എന്ന് പറയുന്നു. അതവൻ്റെ ജീവിതത്തിൽ അവൻ മാനസാന്തരപ്പെട്ട് വിശ്വാസിയായിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും ഉഴുതുമറിക്കാതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ ഇന്നും ജീവിതത്തിൽ നീക്കപ്പെടാത്തതായ പാപങ്ങൾ, ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെടാത്തതോ നീക്കപ്പെടാത്തതായോ ഉള്ള പാപങ്ങൾ ഇരിക്കുവോളം എന്നാലും അത് രണ്ടും പഥ്യമായി വരത്തില്ല. വർഷങ്ങൾ ഒത്തിരിയായി. ഈ അഭിഷേകം അവരിൽ ക്രിയ ചെയ്യത്തില്ല. ഈ നദി ചേരുന്നിടത്തൊക്കെയും അത്ഭുതം നടക്കും. നമ്മളുടെ ഇടയിൽ ചിലപ്പോൾ പറയാം, പാസ്റ്റർ പ്രാർത്ഥിച്ച എല്ലാവർക്കും സുഖം വരും, എനിക്ക് മാത്രം കിട്ടിയില്ല. ആർക്കൊക്കെയോ സുഖം കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം നീ ഒരു ചേറ്റ് കണ്ടവാ, നീ ഒരു കുഴിനിലവാ, നീ ശുദ്ധീകരിക്കപ്പെടാത്തവനാ. നിനക്ക് ചില പക, ചില കോപം, ചില കയ്പ്, ചില വൈരാഗ്യം, ചില പാപ സ്വഭാവങ്ങൾ, ചില ദുശീലങ്ങൾ നിനക്ക് വിട്ടു കളയുവാനേ കഴിയുന്നില്ല. വാഗ്ദത്തം ഇങ്ങനെയാണ് പറയുന്നത്, സകല രോഗങ്ങളെയും അവൻ സുഖപ്പെടുത്തും, സകല രോഗങ്ങളും. പക്ഷേ എൻ്റെ രോഗം മാത്രം സുഖമാകുന്നില്ല. എല്ലാവർക്കും വിടുതൽ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. കാരണം നീ ഒരു ചേറ്റ് കണ്ടമാ, നീ കൃഷി ചെയ്യാൻ കൊള്ളുന്നതല്ല, നീ ചേറാ നിന്നിൽ മുഴുവൻ. നിന്നിൽ നിന്ന് ആ ചേറ് വാരിക്കളയാതെ, നിന്നിൽ നിന്ന് ആ ദുഷ്ടത മാറ്റിക്കളയാതെ, നിന്നിൽ നിന്ന് ആ പാപം നീക്കിക്കളയാതെ ദൈവത്തിന് അവിടെ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് ദൈവം പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ നടുവിൽ നിൽക്കുകയില്ല, ഞാൻ നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. എന്നാൽ ആ സമയം മോശ നിലപാട് വിട്ട് ദൈവത്തോട് നിലവിളിച്ചു, അരുത് കർത്താവേ, നീ എന്നെ വിട്ടു പോകരുത്. ഇല്ല, ഇസ്രായേലിന്റെ നടുവിൽ പാപമുണ്ട്, ഞാൻ നിൽക്കുകയില്ല. മോശ പറഞ്ഞു, കൃപ കാണിക്കണം, കൃപ കാണിക്കണം, കൃപയുണ്ടെങ്കിൽ ഈ പാപം ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ നടുവിൽ നിൽക്കണം. ഇസ്രായേൽ പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു. ദൈവകൃപ വെളിപ്പെട്ടു, ദൈവ സാന്നിധ്യം അവനോടുകൂടെ നൽകി. മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഏതനുഭവം നമ്മിൽ ആരിലും ഉണ്ടെങ്കിലും ഒരു ചില സമയം നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്താം.
ആ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും പഥ്യമാകും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറും, എല്ലാവർക്കും ഗുണമാകും. പക്ഷേ 2 സ്ഥലങ്ങളെ പറഞ്ഞിട്ട് പറയുന്നില്ല, അത് ഗുണമാകത്തില്ല, അത് ഗുണമാകാതെ. ഇന്ന് പകൽക്കാലം ആ 2 അവസ്ഥ നമ്മിൽ ആരിലും ഉണ്ടാകരുത്. ദൈവമേ, ഇന്ന് ഞാൻ ആ ചേറ്റുകണ്ടം പോലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. ഉപേക്ഷിക്കപ്പെടാത്ത ചില പാപങ്ങൾ, വിട്ടുമാറാത്ത ചില ദുശീലങ്ങൾ, ഞാൻ മാനസാന്തരപ്പെടാത്ത ചില വിഷയങ്ങൾ, ഞാൻ കഴുകിക്കളയാത്ത ചില വിഷയങ്ങൾ, അതാകുന്ന എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർ സമ്മതിക്കുന്നവർ ചില സമയങ്ങൾ മുഴങ്കാലുകളെ മടക്കിയാട്ട്. പ്രശ്നങ്ങളുടെ പേരിൽ നീ എത്രയോ തവണ വാവിട്ട് നിലവിളിച്ചു. പോരാട്ടങ്ങളുടെ പേരിൽ നീ എത്രയോ തവണ അലമുറയിട്ട് കരഞ്ഞു. ഇന്ന് പകൽക്കാലം മനസ്താപത്തോടെ ഒരു നിമിഷം നീ കരഞ്ഞാട്ട്. തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം നീ കരഞ്ഞാട്ട്. നിന്റെ അവസ്ഥകൾക്ക് അവൻ മാറ്റം വരുത്തുന്ന ദൈവമാണ്. നിന്റെ അവസ്ഥകൾക്ക് അവൻ രൂപാന്തരം വരുത്തുന്ന ദൈവമാണ്. അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പക്ഷെ നിന്റെ പാപം അതിന് തടസ്സമാണ്. ഇന്ന് പകൽക്കാലം നീ പറയുന്നു, എൻ്റെ വിടുതലിനെ തടഞ്ഞു നിർത്തുന്ന ഏതോ ദുഷ്ടശക്തിയുണ്ട്. ഇല്ല, നിന്റെ വിടുതലിനെ തടഞ്ഞു നിർത്തുന്നത് ഒരു ദുഷ്ടശക്തിയല്ല, നിന്റെ ദുഷ്ടതയാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത്. ആമേൻ. നീ പറയുന്ന ഏതോ ഒരു അന്ധകാരം എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. ഇല്ല, ഏതോ ഒരു അന്ധകാരമല്ല നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നത്, നിന്റെ പാപത്തിന്റെ അന്ധകാരമാണ് നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാല കുഞ്ഞാടിന്റെ രക്തം ഇവിടെയുണ്ട്. അത് സകല പാപങ്ങളെയും പോക്കി നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സുഖമാക്കുന്നു. ഇന്ന് പകൽക്കാല വാസ്തവമായ ഒരു ശുദ്ധീകരണം നിന്നിൽ ഉണ്ടായാൽ, ഒരു വിടുതൽ നിന്നിൽ ഉണ്ടാകുക. ഇന്ന് പകൽക്കാലം ഒരു അനുതാപം നിന്നിൽ ഉണ്ടായാൽ, ഒരാനന്ദം നിന്നിൽ ഉണ്ടാകുക. ഇന്ന് പകൽക്കാലം ഒരു മാനസാന്തരം നിന്നിൽ ഉണ്ടായാൽ, ഒരു മാറ്റം നിന്നിൽ ഉണ്ടാകുക. ഒരു നിമിഷം അതരം തുറന്ന് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞാട്ട്, എൻ്റെ പാപം ക്ഷമിക്കണമേ, ഞാനതിനെ വിട്ടുകളയാം. ഞാൻ ആരോടൊക്കെ ഞാൻ പിണങ്ങിയിരിക്കുന്നുവോ അവരോട് ഞാൻ പോയി നിരപ്പായിക്കൊള്ളാം. ആരോടൊക്കെ ഞാൻ തർക്കങ്ങളും വാഗ്വാദങ്ങളുമായി ഇരിക്കുന്നുവോ ഞാൻ അവരോടൊക്കെ ഈ യോഗം കഴിയുമ്പോൾ പോയി ക്ഷമ ചോദിച്ചു കൊള്ളാം. ആർക്കൊക്കെ വിരോധമായി ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നുവോ അതെല്ലാം ഞാൻ ഇന്ന് പോയി ഏറ്റു പറയാ. എന്നോട് ക്ഷമ തോന്നണമേ. ഓഹോ, യേശുവിനെ കണ്ട സക്കായി അവന്റെ വീടിന്റെ വാതിൽക്കൽ നിന്ന് പറഞ്ഞു, ഗുരു, ഞാൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തുകൊള്ളാം. ആമേൻ. ഞാൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തുകൊള്ളാം. എന്റെ വസ്തുവക പകുതി ഞാൻ വിറ്റുകൊടുക്കാം. അവൻ പറഞ്ഞ അന്ന് രാത്രി ആ വീടിന് രക്ഷ വന്നു. ഇന്ന് നിന്റെ വായി തുറന്ന് നീ നിന്റെ പാപത്തെ സമ്മതിച്ച് നീ ഒരു മാനസാന്തരത്തിന്റെ ഏറ്റു പറഞ്ഞാൽ, ഇന്ന് രാത്രിയല്ല ഈ യോഗത്തിൽ തന്നെ ദൈവം നിന്നെ വിടുവിക്കും. നിന്നെ എതിർ നിൽക്കുന്ന നിന്റെ പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞാട്ട്, നീ രോഗം വേണ്ട, നിനക്ക് ബന്ധനം വേണ്ട എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പറഞ്ഞാട്ടെ, കോപം എനിക്ക് വേണ്ട, പക എനിക്ക് വേണ്ട, വൈരാഗ്യം എനിക്ക് വേണ്ട, ആ പാരവപ്പ് എനിക്ക് വേണ്ട, ആപ്പുവെപ്പ് എനിക്ക് വേണ്ട, ആ ദുഷ്ടത എനിക്ക് വേണ്ട എന്ന് വായി തുറന്ന് പറഞ്ഞാട്ട് ഇന്ന് അത് നിന്റെ ജീവിതത്തിലെ വിടുതലിന് കാരണമായി തീരും. ഓ, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവ. ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞുകൊള്ളണമേ, നിന്റെ ശുദ്ധീകരണം നിന്റെ ജീവിതത്തിന്റെ അത്ഭുതമാണ്. കുറവുകളെ ക്ഷമിക്കണമേ, അറിവുകേടുകളെ ക്ഷമിക്കണമേ, പാപങ്ങളെ ക്ഷമിക്കണമേ. നിന്റെ ജനം നിന്റെ മുൻപാകെ ഏറ്റുപറയുമ്പോൾ അപ്പ 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 Forgive me, Lord. Forgive me, Lord. Forgive me, Lord. ക്ഷമ കാണിക്കുന്ന ദൈവം, ഞാൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ഏറ്റു പറയുമെന്ന് പറഞ്ഞ ആ മാത്രയിൽ, തീരുമാനമെടുത്ത ആ മാത്രയിൽ അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
ഇതാ നിന്റെ ഏറ്റുപറച്ചിലുകൾ നിന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. നിന്റെ അനുതാപം നിന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. ആ വിശുദ്ധീകരണം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്. അതരം തുറന്നേറ്റു പറയുവേൻ. വായി തുറന്ന് ദൈവസന്നിധിയിൽ തെറ്റുകളെ സമ്മതിക്കുവേൻ. നീ ആരെയൊക്കെ ദ്രോഹിച്ചോ ആ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുവേൻ. നീ വാക്കുകൊണ്ട് ആരെയോടെയൊക്കെ പ്രാഗിയോ, നീ വാക്കുകൊണ്ട് ആരെയൊക്കെ മുറിവേൽപ്പിച്ചോ, നീ ആരെയൊക്കെ നിന്റെ വാക്കുകൊണ്ട് കരയിപ്പിച്ചുവോ, നീ ആരെയൊക്കെ പരിഹസിച്ചുവോ ഒക്കെയും ദൈവസന്നിധിയിൽ ചില സമയം ഏറ്റു പറയുവേൻ. നീ ഇന്നും കണ്ടാൽ മാറിപ്പോകുന്ന ചില വ്യക്തികളുണ്ട്. നീ ഹൃദയത്തിൽ അവൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവം അവനോട് പ്രതികാരം ചെയ്യണമെന്ന് നീ ചില വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അവനോട് പ്രതികാരം ചെയ്യുമെങ്കിൽ നിന്നോട് എങ്ങനെ കരുണ കാണിക്കും? ഇന്ന് നീ പറഞ്ഞാട്ട്, ദൈവമേ, എന്നോട് ദോഷം ചെയ്തവരോട് നീ പ്രതികാരം ചെയ്യരുത്, അവരോട് കരുണ കാണിക്കണം. ഓ, ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരാത്മാവിനായി പ്രാർത്ഥിക്കുവേൻ. പാപങ്ങളെ ക്ഷമിക്കുന്ന പാപങ്ങളെ ക്ഷമിക്കുന്ന യേശുവിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുവേൻ. വായി തുറന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുവേൻ. ആമേൻ, ആമേൻ. എന്നോട് ക്ഷമിക്കണമേ. അതരങ്ങളെ തുറന്ന് ഏറ്റുപറയുവീ. ഓ റബശന്തരാനിയ, ക്ഷമ തോന്നണമേ, ക്ഷമ തോന്നണമേ, ക്ഷമ തോന്നണമേ, ക്ഷമ തോന്നണമേ, ക്ഷമ തോന്നണമേ. അപ്പാ, നീ ക്ഷമ കാണിക്കുന്ന ദൈവം നിന്റെ ജനത്തോട് കരുണ തോന്നും, കരുണ തോന്നും, കരുണ തോന്നും, കരുണ തോന്നും, കരുണ തോന്നും. അപ്പാ, എന്റെ വാക്കിലും എൻ ക്രിയയിലും എൻ കിനാവിലും വന്നതാം, എന്റെ വാക്കിലും എൻ ക്രിയയിലും എൻ കിനാവിലും വന്നതാം, എല്ലാ പാപവും നീക്കിയെന്നെ ഏറ്റവും നന്മയാക്കണേ, എല്ലാ പാപവും നീക്കിയെന്നെ ഏറ്റവും നന്മയാക്കണേ. എല്ലാവരും അതുമായി തുറന്നേറ്റു പാടട്ടെ. എല്ലാവരും ചങ്കുപൊട്ടി അത് ദൈവത്തോട് ഏറ്റു പറയട്ടെ. ഇവിടെ നിന്റെ അകർത്യങ്ങളെ മോചിക്കുന്നുണ്ട്. നീ വായി ഏറ്റു പറയൂ. അവൻ നിന്നെ ശുദ്ധീകരിക്കട്ടെ. യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കട്ടെ. എന്റെ വാക്കിലും എൻ ക്രിയയിലും എല്ലാ പാപവും സ്വർഗത്തിൽ നന്മയാക്കണേ. എന്റെ വാക്കിലും എന്റെ നാവിലും വന്നതാ, എന്റെ വാക്കിലും എൻ ക്രിയയിലും എന്റെ നാവിലും വന്നതാ, എല്ലാ
തൊടുവാൻ പോകുന്നു. യെസ്, ഈ ശുദ്ധീകരിക്കപ്പെട്ടവൻ ഒരു ആത്മശക്തിയുണ്ട്. യെസ്, ഓ എല്ലാ പാപവും നീക്കിയവനെ. യെസ്, ഓഹോ എന്റെ വാക്കിലും ക്രിയയിലോ. എന്തിനാവിലും വന്നതാ എല്ലാ പാപവും നീക്കിയവനെ. എല്ലാ പാപവും നീക്കിയവനെ. ഓഹോ എല്ലാ പാപവും വന്നതാ എന്റെ വാക്കിലും ക്രിയയിലും. എന്തിനാവിലും. യെസ്, യെസ്, യെസ്. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു. 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 യേശുവിന്റെ രക്തത്തിനാൽ ഏറ്റവും വെണ്മയാക്കണേ. ീബർബലാസരം ധുലബംഗലൗഢമാഹരാധി വാരഗതിന സന്ധുലൗഢമാഹലഗതി റിബനഗാതി രഘന മംഗലൗഢഭാഷബഹദര ഉറബഹതിരഗന സന്ധരബാനിയ റിബനഹതികാര ഭൗഡമന സന്ധലം. എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു എന്റെ യേശുവിൻ പാദത്തിൽ. എന്റെ യേശു. എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും തുറന്ന് വേറ്റുപാടട്ടെ. യാഗപീഠത്തിങ്കിലെ ബലിമൃഗം പോലെ ഓ എന്റെ പാപങ്ങൾ ഓരോന്നും ക്ഷമിച്ചെന്നെ നീ സുതനാക്കണേ. എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ വായുവും ഏറ്റുപാടട്ടെ. ദുഷ്ടാധികാരത്തിൽ നിന്ന് യേശുവിന്റെ അധികാരത്തിലേക്ക്, യേശുവിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നവനെ ഇതാ ദൈവം തന്റെ പുത്രനെ ഏറ്റുകൊള്ളുന്നു. അതിന് അടയാളമായ ഒരു അഭിഷേകത്തെ അവൻ അയക്കുന്നു. സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്റെ യേശുവിൻ പാദത്തിൽ. ഓരോന്നും ക്ഷമിച്ചെന്നെ നീ സുതനാക്കണേ. എന്റെ പാപങ്ങൾ ഓരോന്നും ക്ഷമിച്ചെന്നെ നീ സുതനാക്കണേ. സമർപ്പിക്കുന്നു എന്റെ യേശുവിൻ പാദത്തിൽ. സമർപ്പിക്കുന്നു എന്റെ യേശുവിൻ പാദത്തിൽ. ഓരോന്നും ക്ഷമിച്ചെന്നെ നീ സുതനാക്കണേ. എന്റെ പാപങ്ങൾ ഓരോന്നും ക്ഷമിച്ചെന്നെ നീ സുതനാക്കണേ.
സമർപ്പിക്കുന്നു. പാദത്തിൽ സമർപ്പിക്കുന്നു. എന്റെ യേശുവിൻ പാദത്തിൽ ഓ എന്റെ പാപങ്ങളോരോന്നും ഓ എന്റെ മോക്ഷം സമർപ്പിക്കുന്നു. പാദത്തിൽ ഓ എന്റെ പാപങ്ങളോരോന്നും ഓ എന്റെ പാപങ്ങളോരോന്നും ഓ എന്റെ പാപം സമർപ്പിക്കുന്നു. സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്ഷമിച്ചെന്നേയും സുതനാക്കണേ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതനാക്കണേ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതനാക്കണേ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതൻ ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതൻ ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതൻ ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുതൻ ഓ എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും എന്റെ പാപങ്ങളോരോന്നും ക്ഷമിച്ചെന്നേയും സുധനാക്കണമേ അരമശകലമന ദുരിഗദന സന്ധരഗനിയാദര അരമാനി അസംഗലഗടിഗാദരഗരവാൻ വിഗരമനായട യേശുവിന്റെ രക്തം സകല പാപവും പോക്കുന്നത് യേശുവിന്റെ രക്ത സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി ഒരു മനുഷ്യൻ ക്ഷമിക്കാത്ത പാപമാണ് പക്ഷേ എൻ്റെ യേശുവിന്റെ രക്തത്താൽ അത് ശുദ്ധീകരിക്കപ്പെടും രക്താംബരം പോലെ കാഠിന്യമേറിയതാണ് എന്നാൽ എൻ്റെ യേശുവിന്റെ രക്തത്താൽ അത് കഴുകപ്പെടും യേശുവിന്റെ രക്തത്താൽ അത് കഴുകപ്പെടും ക്രൂശിലെ കള്ളനോട് ക്ഷമിച്ച യേശു എന്നോടും ക്ഷമ കാണിക്കുന്ന ദൈവ ക്രൂശിലെ കള്ളനോട് ക്ഷമിച്ച ദൈവ എന്നോട് ക്ഷമ കാണിക്കുന്ന ദൈവം വിബാലഗതിക സന്ദരഗരബാനി ആദരഗതിര സന്ദരാനിയ ഹല്ലേലൂയ എല്ലാ പാപവും നീക്കി എന്നെ നീ ഏറ്റവും വെണ്മയാക്കണേ 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 എല്ലാ പാപവും നീക്കി എന്നെ നീ
എല്ലാ പാപവും നീക്കി എന്നെ ഏറ്റവും വെണ്ണയാക്കണേ എല്ലാ പാപവും നീക്കി എന്നെ ഏറ്റവും വെണ്ണയാക്കണേ എല്ലാ പാപവും നീക്കി എന്നെ ഏറ്റവും വെണ്ണയാക്കണേ എല്ലാ പാപവും നീക്കി എന്നെ ഏറ്റവും വെണ്ണയാക്കണേ. ആമേൻ 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 ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉപേക്ഷിച്ച് കളയാതിരുന്ന ചില പാപങ്ങളുണ്ട്. എന്നാൽ എൻ്റെ യേശുവിനേക്കാൾ വലിയതല്ല എനിക്ക് ആ പാപങ്ങളോ വിഷയങ്ങളോ ഒന്നും. കാലങ്ങളായി എന്നിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു പകയുണ്ട്. പക്ഷെ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിന് മുൻപാകെ ഞാൻ ആ പകയെ വിട്ടുകളയും. നാളുകളായി എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ ക്ഷമയുടെ മുൻപാകെ ഞാൻ അതിനെ ക്ഷമിക്കും. എൻ്റെ യേശു എനിക്ക് ഏറ്റവും വലിയവനാണ്. എൻ്റെ യേശുവിൻ്റെ മുൻപാകെ എനിക്ക് ഉപേക്ഷിക്കുവാൻ യാതൊന്നും പ്രയാസമുള്ളതല്ല. എൻ്റെ യേശുവിൻ്റെ മുൻപാകെ എനിക്ക് യാതൊന്നും ഉപേക്ഷിപ്പാൻ പ്രയാസമുള്ളതല്ല. എൻ്റെ യേശുവിന് മുൻപാകെ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കും. ഏത് ദുർസ്വഭാവമായിരുന്നാലോ, എനിക്ക് മറക്കുവാൻ കഴിയാത്ത, വിട്ടുകളയുവാൻ കഴിയാത്ത ഏത് വിഷയമായിരുന്നാലോ അതിനേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഞാൻ അതിനെ ഉപേക്ഷിക്കാം. തീരുമാനമുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആമേൻ. പലപ്പോഴും നിന്റെ വായ് കൊണ്ട് നീ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ തെറ്റുകൾ ചെയ്തു പോയി, ഞാൻ വലിയ പാപങ്ങൾ ചെയ്തു പോയി, ഞാൻ വലിയ ദോഷങ്ങൾ ചെയ്തു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം നീ മറ്റൊന്ന് പറഞ്ഞാട്ട്, എൻ്റെ യേശുവിന് ക്ഷമിപ്പാൻ കഴിയാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ആമേൻ. നീ എത്ര വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, നീ ചെയ്ത തെറ്റ് യേശുവിന് ക്ഷമിപ്പാൻ കഴിയുന്നതാണോ? ആമേൻ. അവൻ ക്ഷമിച്ചാൽ മാത്രം പോരാ, ആ കറ നിന്നിൽ നിന്ന് മാറ്റിക്കളയണം, ആ അഴുക്ക് നിന്നിൽ നിന്ന് മാറ്റിക്കളയണം, ആ മുറിവ് നിന്നിൽ നിന്ന് മാറ്റപ്പെടണം, ആ പാട് നിന്നിൽ നിന്ന് മാറ്റപ്പെടണം. ഇന്ന് പകൽക്കാലം നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്, നീ ചെയ്ത ഏറ്റവും വലിയ പാപം യേശുവിന് ക്ഷമിപ്പാൻ കഴിയുന്നതാണോ? യേശുവിന് ക്ഷമിപ്പാൻ കഴിയുന്നതാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. യേശുവിന് ശുദ്ധീകരിപ്പാൻ കഴിയുന്നതാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. നിന്റെ പാപത്തിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിയാട്ട്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ യേശുവിന്റെ രക്തം ഏത് അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ ശക്തമാണ്. നീ ചെയ്ത പാപത്തിന്റെ വലിപ്പം ഏതുമായിരിക്കട്ടെ, അതിനേക്കാൾ ഉന്നതമാണ് എൻ്റെ യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ പാപം എത്ര വലുതുമായിരിക്കട്ടെ, പക്ഷേ യേശുവിന് ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒരു പാപവും നീ ചെയ്തിട്ടില്ല. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. നിന്റെ യേശുവിന് ക്ഷമിപ്പാൻ കഴിയാത്ത, നിന്റെ യേശുവിന് മോചിപ്പാൻ കഴിയാത്ത, നിന്റെ യേശുവിന് ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒരു പാപവും നിന്റെ ജീവിതത്തിലില്ല, ഒരു അകൃത്യവും നിന്റെ ജീവിതത്തിലില്ല. പാപത്തിന്റെ ശക്തിയേക്കാൾ യേശുവിന്റെ ദയ വലിയതാണ്. പാപത്തിന്റെ കാഠിന്യത്തെക്കാൾ കുഞ്ഞാടിന്റെ രക്തം ശക്തിയുള്ളതാണ്. യേശുവിന്റെ രക്തത്തിൽ ജയം. സബാര ഹത്തുരി ഘടമംഗല ഹാദിര റീഗൽ ഹസ്ബക തുലിയ സഖതുര. യേശുവിന്റെ രക്തത്തിൽ എന്റെ പാപങ്ങൾ മോചിക്കപ്പെടും. വിശ്വാസത്തോടെ അത് ഏറ്റുപറയുന്നു. യെസ് യെസ്. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തെ അലട്ടുന്ന ഒരു പാപമുണ്ടെന്നിരിക്കട്ടെ. ഒരു പക്ഷേ നീ ആരെങ്കിലും ഉപദ്രവിച്ചതായിരിക്കാം. ഒരു പക്ഷെ നീ യേശുവിനെ വിട്ടൊരു അന്യദേവന്റെ പിന്നാലെ പോയതായിരിക്കാം. ഒരു പക്ഷെ നീ ആർക്കെങ്കിലും വിരോധമായി ചെയ്ത ഏതെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ആയിരിക്കാം. ഒരുപക്ഷെ നീ പാപത്തിന്റെ വഴികളിൽ സഞ്ചരിച്ച് ചെയ്തതായിരിക്കാം. നിന്റെ മദ്യപാനമോ ദുശീലമോ എന്തുമായിക്കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം ആ ദുഷ്ടപ്രവൃത്തി, ആ ദുർസ്വഭാവം നിന്നെ അലട്ടുന്നുവെങ്കിൽ നിന്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നവൻ കേൾക്കണ്ട. പക്ഷെ നീ നിന്റെ വായ് തുറന്നത് ഏറ്റു പറഞ്ഞിട്ട്, എൻ്റെ മദ്യപാനം എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ക്ഷമിക്കപ്പെടും. ആമേൻ. ഞാൻ അന്ന് ആ വ്യക്തിയെ ഉപദ്രവിച്ചത് എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടും. ആമേൻ. ഒരു നിമിഷം അത് വായ് തുറന്ന് ഏറ്റു പറഞ്ഞോട്ടെ. ആമേൻ. നിന്നെ അലട്ടുന്ന ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്. നീ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സാത്താൻ നിന്നെ ഒരു പാപം കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ഈ പാപം നിന്റെ ഉള്ളിലുണ്ട്, ഈ ദുർസ്വഭാവം നിന്റെ ഉള്ളിലുണ്ട്, നീ ഗതി പിടിക്കത്തില്ലെന്ന് അവൻ നിന്നോട് പറയുന്നു, നീ നന്നാവത്തില്ലെന്ന് അവൻ നിന്നോട് പറയുന്നു. പക്ഷെ ഇന്ന് പകൽക്കാല ആ ഗതി പിടിക്കത്തില്ലെന്ന് സാത്താൻ പറയുന്ന പാപത്തെ ഉയർത്തി നീ ഇങ്ങനെ
പറഞ്ഞാട്ട്, എന്റെ യേശുവിന്റെ രക്തത്താൽ അത് കഴുകപ്പെടും. വായി തുറന്നത് ഏറ്റു പറഞ്ഞാട്ട്, നീ അത് ഏറ്റു പറയുമ്പോൾ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. സാത്താൻ അവിടെ പരാജയപ്പെടുക. വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ച് ഒരു പ്രാവശ്യമെങ്കിലും അത് വായികൊണ്ട് ഏറ്റു പറഞ്ഞാട്ട്, നിനക്ക് 1, 2, 3, 4, 10, 20 എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏറ്റു പറഞ്ഞാട്ട് പറയും തോറും ദൈവത്തിന്റെ കൃപ പെരുകിക്കൊണ്ടിരിക്കുക. ആമേൻ, 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 ആമേൻ. നീ ആരംഭത്തിൽ അത് ഏറ്റു പറയും. ഇങ്ങനെ എൻ്റെ ഒരു ഉദാഹരണത്തിന്, ഞാൻ അന്ന് ആ വ്യക്തിയെ ഉപദ്രവിച്ചത്, ഞാൻ അന്ന് ചെയ്തത് എൻ്റെ യേശു എന്നോട് ക്ഷമിക്കും. നീ ആരംഭത്തിൽ 1, 2 നിമിഷം അത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു 2, 3 പ്രാവശ്യം, ഒരു 5, 10 പ്രാവശ്യത്തിലധികം നീ പറയുവാൻ കഴിയത്തില്ല. അതിനു മുമ്പേ നിന്റെ വായി അറിയാതെ സ്തോത്രം പറയുക, നിന്റെ വായി അറിയാതെ അന്യഭാഷ പറയുക. കാരണം യേശുവിന്റെ രക്തം നിനക്ക് അടയാളം തരികയാണ്. യെസ്, വായി തുറന്നത് ഏറ്റു പറഞ്ഞോട്ട് അങ്ങനെ ആത്മാർത്ഥമായി പറയുന്നവരുടെ മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ വിശുദ്ധീകരിച്ച യേശുവിന്റെ രക്തം, ദൈവത്തിന്റെ പൈതലെ, അത് നിന്നെയും ശുദ്ധീകരിക്കുന്നതാണ്. ആ ബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തം. പാപങ്ങൾ ക്ഷമിക്കുവാനോ, നിന്റെ രോഗങ്ങൾ നീക്കുവാനോ, പാപങ്ങൾ ക്ഷമിക്കുവാനോ, നിന്റെ രോഗങ്ങൾ അതിശക്തനായി ഒരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ള ഒരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനും ക്ഷമിക്കുവാനും നീക്കുവാനോ അതിശക്തനായുള്ള ഒരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനോ, നിന്റെ രോഗങ്ങൾ നീക്കുവാനോ ഒരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായ ഒരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരു പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരു പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ യേശുവിന്റെ തീ പാപത്തിന്റെ ബന്ധനങ്ങളെ ചുട്ടരിക്കട്ടെ, പാപത്തിന്റെ ഇരുളിനെ മാറ്റട്ടെ. Hallelujah. Ora basha bauda lahara khandara khara ni baba basha bauda bahara haptara gauda ni bandhara gauda ramche babe ora sab samarpikega nedi degavu degi aatmavu variva purnama samarpikega nedi degavu degi aatmavu variva purnama samarpikega nedi degavu degi aatmavu variva purnama samarpikega Baba Shabala Hutara Gaula Ribal Bara Ruma Gaule Hutara Gaula Rasara Hamdara Gana Baba 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 Sagatara Gaule Rahara Hamdara Hambana Gura Hasagara Gaula Hatigara Gaula Ravala Hasara Hana Ravala Sahatara Hana Haturama Riba Baba 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 Rama Baba Baba Rama Baba Baba Yes Come on Jesus, 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 Jesus. Amen. Hallelujah. Shakti ode hallelujah. Hallelujah. Hallelujah.